ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ കുമ്പളയിലെ മത്സ്യമാർക്കറ്റ് കെട്ടിടം തുറന്നുകൊടുക്കാൻ മെനക്കെടാതെ അധികൃതർ. ഓവുചാലിന്റെ പേര് പറഞ്ഞാണ് മാർക്കറ്റിന്റെ ഉദ്ഘാടനം അധികൃതർ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതെന്നുള്ള പരാതിയുമുണ്ട്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച കുമ്പളം മത്സ്യമാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് അധികൃതർ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത്. പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം പുതിയ മാർക്കറ്റ് തുറക്കുമെന്ന് കരുതി കാത്തിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതിന്റെ പെരുമാറ്റച്ചട്ടം കൂടി നിലവിൽ വന്നാൽ പിന്നെയും മാർക്കറ്റിന്റെ ഉദ്ഘാടനം നീളുമെന്ന ആശങ്കയിലും നിരാശയിലുമാണ് മത്സ്യവില്പന തൊഴിലാളികളെല്ലാം. മീൻ വിൽപ്പനയ്ക്ക് മാത്രമല്ല, മാംസം, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയുടെ വിപണനത്തിലുള്ള സൗകര്യവും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ മതിയായ രീതിയിൽ മത്സ്യവില്പന നടത്താൻ തന്നെ കെട്ടിടം അപര്യാപ്തമാണെന്ന് മത്സ്യത്തൊഴിലാളികളും ചൂണ്ടിക്കാട്ടുന്നു. കുമ്പള പഞ്ചായത്ത് മത്സ്യ തൊഴിലാളികൾക്ക് മത്സ്യവില്പന കേന്ദ്രങ്ങൾ, അതായത് മാർക്കറ്റ് നിർമ്മിച്ച് എടുത്ത ഈ ദയനീയ അവസ്ഥ, ഒരു ഡ്രൈനേജ് പോലും ഇല്ല. മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ മാലിന്യങ്ങളിങ്ങനെ കൂട്ടിയിരിക്കുകയാണ്. ഇതിനൊക്കെ എടുത്തുകൊണ്ടുപോയി ഒരു സംവിധാനം പോലെ ഈ പഞ്ചായത്തിൻ്റെ അകത്ത് ഒരു ഉദ്യോഗസ്ഥന്മാർ ഒരു ഇതിന് തിരിഞ്ഞു മറിഞ്ഞ് നോക്കിയിട്ടില്ല. കെട്ടിടത്തിന്റെ വൈദ്യുതീകരണവും അനുബന്ധമായുള്ള ഓവുചാൽ നിർമ്മാണവുമാണ് ഇനി ബാക്കിയുള്ളതത്രേ. മീൻകൊട്ടുകളും മറ്റും ശുചീകരിക്കുന്ന സ്ഥലത്തു നിന്നും ഓവുചാലിലേക്ക് മലിനജലം ഒഴുകിപ്പോകാൻ ഇതുവരെയും സൗകര്യം ഒരുക്കിയിട്ടില്ല. ഉദ്ഘാടനത്തിലുള്ള കാലതാമസത്തിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണെന്നും ആക്ഷേപമുണ്ട്. പുതിയ കെട്ടിടത്തിനകത്തെ മത്സ്യവില്പന വൈകുന്നത് കാരണം റോഡരികിൽ വെച്ചാണ് ഇപ്പോഴും മീൻ കച്ചവടം നടക്കുന്നത്. ഇത് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, സമീപത്തെ വ്യാപാരികളെ കൊടിയ ദുരിതത്തിലുമാക്കുന്നു. 1,35,00,000 രൂപയുടെ മാർക്കറ്റാണ്. ഈ മത്സ്യവില്പന നടു റോട്ടിലാണ്. അതായത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും മൊത്തം വാഹനങ്ങൾക്കെല്ലാം ശല്യമാകുന്ന ഒരു രീതിയിലാണ് കച്ചവടം ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനൊന്ന് പരിഹാരം ആകും. പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരമാകില്ല. ഇവിടുത്തെ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ഡ്രൈനേജുകൾ, വരുന്ന വഴികൾ, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കുമ്പള പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. മാർക്കറ്റിൻ്റെ അകത്ത് പോകാനുള്ള ഒരു സംവിധാനം ആക്കി തന്നാൽ വളരെ നന്നായിരുന്നു. ഇതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികളും മറ്റു വ്യാപാരികളും തർക്കത്തിലേർപ്പെടുന്നതും പതിവാണ്. പുതിയ മത്സ്യമാർക്കറ്റ് തുറന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് ടൗണിലെ വ്യാപാരികളുടെ എല്ലാം പ്രതീക്ഷ. കഴിഞ്ഞ 2025 ജൂൺ മാസത്തിൽ ഇവിടെ വെള്ളം പൊക്കം നടന്നപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് മെമ്പർമാരും പഞ്ചായത്ത് സെക്രട്ടറിയൊക്കെ വന്ന് JCB ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം പോകുന്ന സംവിധാനങ്ങളെ വലിയൊരു കുഴിയാക്കി തരാം, വീണ്ടും ഒരു ഫണ്ട് വെച്ച് ഈ വെള്ളം പോകുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇന്നതാ ഈ കവറുകളൊക്കെ മൂടിക്കിടക്കുകയാണ്. ഇവിടെ കൊതുകൾ, മറ്റു ഇഴജന്തുക്കൾ ശല്യം കൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എത്രയോ പാവങ്ങളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇവിടുന്നാണ് ഈച്ചകളും മറ്റു കൊതുകുകളൊക്കെ പോയി ജനങ്ങളെ കടിക്കുന്നത്. കടിച്ചു കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ പിടിപ്പെടും. ഇതൊക്കെ ആരോഗ്യവകുപ്പൊന്നും കണ്ടില്ല നടക്കുകയാണ്. ആവശ്യം വരുമ്പോൾ മാത്രം പല വാഗ്ദാനങ്ങളുമായി രംഗത്ത് വരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കാര്യം കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ തിരിഞ്ഞു നോക്കാറില്ലെന്ന് മത്സ്യവില്പനക്കാരും മറ്റ് കച്ചവടക്കാരും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.